UDF സർക്കാർ അധികാരമേൽക്കും മുൻപ് വ്യാപകമായ സ്ഥലം മാറ്റം നടന്നത് ഗുരുതരമായ ക്രമക്കേടും അഴിമതിയുമാണെന്ന് പ്രതിപക്ഷം. അധികാരത്തിന്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളുമാരും ഇടം പിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം നീതി കിട്ടാത്തവർക്ക് സ്വാഭാവിക നീതി നൽകുകയാണെന്നായിരുന്നു മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകിയത്. ചർച്ചയ്ക്കിടയിൽ ബന്ധുനിയമനാരോപണം ഉയർന്നുവെങ്കിലും സണ്ണി ജോസഫ് മറുപടി നൽകിയില്ല. സർവീസ് സംഘടനാ നേതാക്കൾ നൽകുന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF സർക്കാർ സ്ഥലമാറ്റങ്ങൾ നടത്തുന്നതെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അധികാരമേൽക്കുന്നതിന് മുമ്പ് സ്ഥലമാറ്റം നടത്തുന്ന നാണം കെട്ട പണിയാണ് സർക്കാർ ചെയ്തതെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ വി ജോയ് പറഞ്ഞു. മന്ത്രി വന്നില്ല, ഗവൺമെന്റ് വന്നില്ല. NGO അസോസിയേഷന്റെ സൗത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൊടുത്തൊരു കത്തിന്റെ അടിസ്ഥാനത്തിൽ 6 പേരെ ട്രാൻസ്ഫർ ഇറക്കി. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഗതികെട്ട കാലം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കൂ. സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചത് വി ജോയ് സഭയിൽ ഉന്നയിച്ചു. ബന്ധു നിയമനം നടത്തുകയാണ്. നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ വഴിയാധാരമായി തെക്കും വടക്കും അടിച്ച് ബന്ധുക്കൾക്ക് നേരെ മന്ത്രി ഓഫീസിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം ബന്ധു നിയമനം നടക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ആയിരുന്നു എന്നാണ് സണ്ണി ജോസഫ് മറുപടി നൽകിയത്. സ്ഥലം മാറ്റത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത സംഭവം വരെ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായി. പ്രതികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല സ്ഥലമാറ്റങ്ങളെന്ന് സണ്ണി ജോസഫ് വിശദീകരിച്ചു. അപ്പൊ ഇവിടെ 10 വർഷക്കാലം അവിടെ തന്നെ ഒരേ സീറ്റിലിരുന്ന് വേറെ ഇറങ്ങിയവരുണ്ട്. അവരെയൊക്കെ ഒന്ന് തൽക്കാലം ഭരണ സൗകര്യാർത്ഥം മാറ്റേണ്ടതായിട്ട് വരും സാർ. കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നിലപാടായിരിക്കില്ലേ സർക്കാർ. എന്നാൽ വി ജോയ് ഉന്നയിച്ച ബന്ധുനിയമനാരോപണത്തിൽ തൊടാൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. സ്ഥാപിത താൽപര്യക്കാർ സർക്കാർ തലത്തിൽ അഴിഞ്ഞാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ അധികാരത്തിന്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മീഡിയ 1 തിരുവനന്തപുരം.